ഹലോ വെൽക്കം ബാക്ക് ടു ടിക്ടോക്സ്. സോഷ്യൽ മീഡിയയിൽ കുട്ടികളുടെ റോൾ മോഡലുകൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ചില അവതാരങ്ങളുണ്ടല്ലോ, തൊപ്പിയും പുള്ളിക്കാരന്റെ സിൽബന്തികളും. എന്നാൽ ഇപ്പോൾ ഇതാ തൊപ്പിക്കും കൂട്ടുകാർക്കും കിട്ടിയിരിക്കുന്നത് ഒരൊന്നൊന്നര പണിയാണ്. സംഭവം ലളിതമാണ്. പോക്സോ ലഹരി ആരോപണങ്ങളിൽ യൂട്യൂബർ തൊപ്പിക്കും കൂട്ടുകാർക്കുമെതിരെ അന്വേഷണം നടത്താൻ സംസ്ഥാന DGP ഉത്തരവിട്ടിരിക്കുന്നു. സാധാരണ യൂട്യൂബർമാർ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുമ്പോൾ ഇവിടെ ചിലർക്ക് കേസും കൂട്ടവും എങ്ങനെ കൂട്ടാം എന്നതിലാണ് റിസർച്ച്. ഞാൻ ആരെയും നിർബന്ധിച്ച് കാണിക്കുന്നില്ലല്ലോ, ഇതെന്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലേ എന്നൊക്കെ ചോദിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അടിക്കുന്ന ഡയലോഗുകൾ. പുള്ളിക്കാരന്റെ തംബ്നെയിലും തെറിയും കണ്ട് കൈയടിക്കാൻ കുറെ പൈതങ്ങൾ ഉള്ളതുകൊണ്ട് എന്തും കാണിക്കാമെന്നൊരു ധാരണയുണ്ടായിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചു ഇവന്മാർ യൂട്യൂബിലിരുന്ന് വെറുതെ ചീത്തവിളിയും ബഹളവും ഒക്കെ ഉണ്ടാക്കി കാശുണ്ടാക്കുന്ന സാധാരണ ഫ്രീക്കന്മാരാണെന്ന്. എന്നാൽ ഇപ്പോൾ റേഞ്ച് മാറിയിരിക്കുന്നു. ലഹരി ഉപയോഗവും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള പോക്സോ പരിപാടികളും ഒക്കെയാണ് ആരോപണങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബർമാരുടെ ചില വീഡിയോകൾ കണ്ടാൽ തോന്നും ഇവർക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ചോ പോലീസിനെ കുറിച്ചോ യാതൊരു പേടിയുമില്ലെന്ന്. ആരെന്ത് വിചാരിച്ചാൽ എനിക്കെന്താ, എനിക്ക് വ്യൂസ് കിട്ടിയാൽ മതി എന്ന ഭാവമായിരുന്നു. ഇനിയിപ്പോൾ തൊപ്പി മാറ്റി പോയിട്ട് ഹെൽമെറ്റ് വെച്ചാൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കിയേ, എന്തൊക്കെ കണ്ടന്റുകൾ വേറെ കിടക്കുന്നു. നല്ല വ്ളോഗുകൾ ചെയ്യാം, ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ നല്ല ക്ലീൻ കോമഡി ചെയ്യാം. അതിനൊന്നും നിൽക്കാതെ ഞങ്ങൾ അല്പം ലഹരിയും അല്പം തല്ലുപൊളിത്തരവും കാണിക്കുമെന്ന് വാശി പിടിച്ച് നടക്കുന്ന ഒരു കൂട്ടർ. ഇനി ഇതിന്റെ മറുപുറം പറയുകയാണെങ്കിൽ ഈ വീഡിയോകളൊക്കെ കണ്ട് കൈയടിക്കാൻ ഇവിടെ കുറെ ചെറിയ കുട്ടികളുണ്ട്. അണ്ണൻ ഉയർ, അണ്ണൻ മാസ് എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ കിടന്ന് തുള്ളുന്ന ന്യൂജൻ പിള്ളേർ. യൂട്യൂബിൽ വന്ന് 4 തെറി വിളിച്ചാൽ വലിയ ഹീറോയാകാമെന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണ് ഇവർ വളർത്തിയെടുക്കുന്നത്. ലഹരി ഉപയോഗത്തെയൊക്കെ ഭയങ്കര കൂളായിട്ടാണ് ചില വീഡിയോകളിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിലാണ് അത്ഭുതം. എന്തായാലും DGPയുടെ ഈ ഒരു തീരുമാനം വളരെ മികച്ചതാണ്. ഇത്തരം തല്ലുപൊള്ളി കണ്ടന്റുകൾ കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊരു നല്ല താക്കീതാണ്. സത്യം പറഞ്ഞാൽ ഈ തെറി തുപ്പുന്ന തൊപ്പിയെയും അവന്റെ കൂട്ടുകാരെയും ഒക്കെ മര്യാദ പഠിപ്പിക്കാൻ ഇതുവരെ ഇവിടെയുള്ള ഒരു നിയമത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. മുൻപും കേസും കൂട്ടവും ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ അവന്റെ ചാനൽ പൂട്ടുമെന്ന്. പക്ഷെ എവിടെ, ചാനൽ പൂട്ടിക്കാൻ പോയിട്ട് ഇവന്മാരുടെ തലയിലെ ഒരു മുടി പോലും, ആ തൊപ്പി പോലും മാറ്റാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇതുവരെ ആർക്കും പൂട്ടിക്കാൻ പറ്റാത്ത ഇവന്മാരുടെ ചാനൽ ഇത്തവണ പൂട്ടുമോ? തൊപ്പിയും കൂട്ടുകാരും ജയിലിലിരുന്ന് പുതിയ വ്ലോഗ് ചെയ്യേണ്ടി വരുമോ? അതെയോ ഞങ്ങൾ പാവങ്ങളാണ് ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് കാല് പിടിക്കുമോ? നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.